ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വക്കീൽസ് ജേർണീസ്. ഇന്ന് നമ്മൾ വയനാട്ടിലേക്ക് ഉള്ള ഒരു യാത്രയിലാണ്. വയനാടിനെ കുറിച്ച് ഒരുപാട് കഥകൾ. നമുക്ക് വയനാടൻ ചുരം കയറി ഒന്ന് വയനാട് കാണാം. ഓക്കെ, നമ്മൾ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ റോഡ് സൈഡിൽ ഒടുങ്ങാക്കാട്ട് മക്കാം എന്ന ഒരു പള്ളി കാണാം. ഈ മക്കാമിൽ ഒരു ആത്മീയാചാര്യനെ കബറടക്കം ചെയ്ത സ്ഥലമാണിത്. യാത്രക്കാരി വഴി പോകുമ്പോൾ ഇവിടെ വാഹനങ്ങൾ നിർത്തി അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട്, ആത്മസംതൃപ്തിക്ക് വേണ്ടി, ആത്മീയതയുടെ ഭാഗമായിട്ട് ഇവിടെ പണം നിക്ഷേപിക്കാറുണ്ട്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നിന്നും വയനാട്ടിലെ വാരാമ്പറ്റയിലെത്തിയ സയ്യിദ് അലി അക്ബർ ദില്ലിക്കോയ തങ്ങൾ എന്ന മഹാന്റെ പുത്രൻ സയ്യിദ് ഹുസൈൻ ദില്ലി തങ്ങളാണ് ഒടുങ്ങാക്കാട്ടിൻ്റെ ഈ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, അതുപോലെ നേർച്ചകൾ നൽകാറുമുണ്ട്. കോഴിക്കോട് നിന്ന് വയനാടേക്ക് പോകുമ്പോൾ ഈ ഹൈവേ റോഡിൻ്റെ സൈഡിലുള്ള ഈ കൊച്ചു ചാപ്പലിൽ ധാരാളം ആളുകൾ വന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റിയ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ഈ ചാപ്പൽ. മനോഹരമായ ഈ ചാപ്പലിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. എല്ലാ വെള്ളിയാഴ്ചയും കുരിശിൻ്റെ വഴി എന്നുള്ള ഇവിടെ നടക്കാറുണ്ട്. ഇവിടെ ആളുകൾ കൂടിയിട്ട് ഇവിടെ നിന്ന് വയനാട് ചുരം കയറി ലക്കിടി വരെ പോകുന്ന ഒരു പ്രാർത്ഥന സംഘമാണത്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കോട്ടയം, കണ്ണൂർ ജില്ലകളിലുള്ള വിവിധ ആളുകൾ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ സമ്മേളിക്കാറുണ്ട്. അപ്പോൾ ആത്മസംതൃപ്തിക്ക് വേണ്ടി അനേകം ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകാറുണ്ട്. സമയം ഇപ്പോൾ രാവിലെ 6 മണിയാണ്. 6-6:15 ആയതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ചുരത്തിലൂടെയുള്ള യാത്രയിലാണ്. അതിൻ്റെ ഓരത്ത് ചുരം തുടങ്ങുന്ന ഭാഗത്തുള്ള ഒരു മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. മലനിരകൾ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. ഈ മഞ്ഞണിഞ്ഞ മാമലകൾ കാണണമെങ്കിൽ നല്ല രാവിലെ സമയം നോക്കി വന്നാൽ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണാൻ പറ്റും. നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വയനാട് ചുരത്തിലൂടെ ഉള്ള മനോഹരമായൊരു യാത്രയ്ക്ക് പോവുകയാണ്. എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്നറിയും. ഏകദേശം ഒരു 12 കിലോമീറ്ററോളം നമ്മൾ ഇവിടെ നിന്ന് കയറണം. കയറിയിട്ട്
വയനാടിൻ്റെ വശ്യഭംഗി നമുക്കൊന്ന് ആസ്വദിക്കാം. ഓക്കെ. അതാണ് നമ്മളെ റോഡ് റോളർ. താമരശ്ശേരി ചുരം പണ്ട് കുതിരവട്ടം വെപ്പ് പറഞ്ഞ സാധനം ഇവിടെ നമുക്ക് കാണാൻ പറ്റി. അതൊരു വലിയ ഭാഗ്യം അല്ലേ. വെള്ളാനകളുടെ നാട് എന്ന സിനിമയിൽ കുതിരവട്ടം വെപ്പ് പറഞ്ഞ ആ ഒരു താമരശ്ശേരി ചുരമാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായ ഈ ചുരം ഏകദേശം 9 വളവുകളോളമുണ്ട്. 12 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരം. നിറയെ ഹെയർപിൻ ബെൻഡുകളാണ്. ഒരു ഹെയർപിൻ ബെൻഡ് നമുക്ക് ആ ഹെയർപിൻ ബെൻഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു വളവാണ്. ഇവിടെ ഡ്രൈവിങ് നല്ല പ്രയാസമാണ്, എന്നാലും രസകരവുമാണ്. മനോഹരമായ താമരശ്ശേരി ചുരത്തിൻ്റെ മുകളിലൂടെ ഭംഗിയായി സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ച് ഒരു യാത്ര. ഈ മലനിരകളെ തൊട്ടു തലോടിക്കൊണ്ട് മഞ്ഞിൻ്റെ പാളികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സീനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്. ആ മലയുടെ മുകളിൽ നിന്ന് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന സീനും അതുപോലെ ആ മഞ്ഞും എല്ലാം നമുക്കിവിടെ വന്നാൽ അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും. ഈ വയനാട് ചുരത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. ആ കഥ തുടങ്ങുന്നത് ഈ ചുരത്തിൻ്റെ അവസാന ഭാഗത്തുള്ള അടിവാരം എന്ന സ്ഥലത്തുള്ള ചിപ്പിലിത്തോട് എന്ന പ്രദേശത്തെ ഒരു പണിയ സമുദായത്തിൽപ്പെട്ട കരിന്തണ്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ ചുരത്തിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രം. ബ്രിട്ടീഷുകാർക്ക് പോലും മലനിരകളെ കീഴ്പ്പെടുത്താൻ പറ്റാതിരുന്ന സമയത്ത് സാധാരണക്കാരനായ ഒരു ഗോത്ര യുവാവ് ഈ ചുരം അവർക്ക് കാണിച്ചു കൊടുത്ത ഒരു കഥയുണ്ട്. അതിന് പിന്നിൽ ഒരു ചതിയുമുണ്ട്. ആ ചതിയുടെ കഥ കേൾക്കണമെങ്കിൽ നമുക്ക് കരിന്തണ്ടൻ്റെ ചെയിൻ ട്രീ കാണേണ്ടി വരും. കോടമഞ്ഞും തണുപ്പുമായി വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന വയനാടൻ ചുരം കയറിയെത്തുന്നവർക്ക് മുന്നിൽ കഥകളുടെ ഒരു ലോകം തുറക്കാനുണ്ട്. കേൾക്കുവാൻ തയ്യാറായി എത്തിയാൽ അതിശയിപ്പിക്കുന്ന, ചിലപ്പോൾ വേദനിപ്പിക്കുന്ന ചതിയുടെയും വഞ്ചനയുടെയും കൂടെ നിസ്സഹായത അലിഞ്ഞു ചേർന്ന കഥകൾ. പലപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ പിന്നിലാക്കുന്ന വയനാട്ടിലെ ചങ്ങലമരമാണ് ഇന്ന് ഈ കഥ പറയുന്നത്. വയനാട് ജില്ലയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഇത് ലക്കിടി എന്ന് പറയുന്ന സ്ഥലമാണ്. വയനാട് ചുരം കഴിഞ്ഞാൽ ആരംഭിക്കുന്ന ഭാഗം. ഇവിടെ നമുക്ക് ഭക്ഷണ സാധനങ്ങളും മറ്റുമൊക്കെ ധാരാളം കിട്ടുന്ന ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകളെല്ലാം ഉണ്ട്. നല്ല ഭംഗിയാണ്. അതുപോലെ ലോഡ്ജിങ്ങിന് സൗകര്യം ഇവിടെ ഉണ്ട്.
നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ ലക്കിടിയിലുള്ള കരിന്തണ്ടൻ്റെ സ്മാരകത്തിന് മുമ്പിലാണ്. ഈ വയനാട് ചുരത്തിന് ഒരു വലിയ കഥ ഈ ചുരത്തിന് പിന്നിലുണ്ട്. ഒരു ചതിവിൻ്റെ കഥയുമുണ്ട്. നമ്മുടെ ഈ ബ്രിട്ടീഷുകാർ നമ്മുടെ ഈ മഹാരാജ്യം ഭരിച്ചിരുന്ന സമയത്ത് അവർക്ക് കോഴിക്കോട് നിന്നും എളുപ്പത്തിൽ മൈസൂർ ഭാഗത്തേക്ക് പോകുന്നതിനും മറ്റുമായിട്ട് ഒരു വഴി ആവശ്യമായിരുന്നു. ആ വഴി കണ്ടുപിടിക്കാൻ അവർ പലതവണ പല എഞ്ചിനീയർമാരും ശ്രമിച്ചു. അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടും അവർക്ക് എളുപ്പത്തിൽ കോഴിക്കോട് നിന്ന് മൈസൂർ ഭാഗത്തേക്ക് പോകുന്നതിനുള്ള ഒരു വഴി കണ്ടുപിടിക്കാൻ സാധിച്ചിരിക്കില്ല. എന്നാൽ ഒടുവിൽ അവർ അതിനൊരു എളുപ്പമാർഗം കണ്ടെത്തിയത് ഈ അടിവാരം ഭാഗത്തുള്ള ചിപ്പിലിത്തോട് എന്ന സ്ഥലത്തുള്ള ഒരു പണിയ സമുദായത്തിൽപ്പെട്ട ഗോത്രത്തലവനായ കരിന്തണ്ടൻ എന്ന് പറയുന്ന ഒരു ആചാനുബാഹുവായ ഗോത്രത്തലവനെ അവർ കൂട്ടുപിടിക്കുകയും അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിക്കുകയും ആ സഹായത്തിൻ്റെ ഫലമായിട്ട് കരിന്തണ്ടൻ കാണിച്ചു കൊടുത്ത കാട്ടുവഴികളെ അവർ ഈ റോഡാക്കി മാറ്റുകയുമാണ് ഉണ്ടായത്. എന്നാൽ കരിന്തണ്ടൻ ഈ റോഡ് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ബ്രിട്ടീഷുകാർക്ക് മനസ്സിൽ കുബുദ്ധിയാണ് തോന്നിയത്. തങ്ങൾക്ക് ഇത്ര കഴിവുണ്ടായിട്ടും ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു ആദിവാസിയായ യുവാവിന് ഞങ്ങളെക്കാൾ ബുദ്ധിയോ, അവനെ ഇനി ഭൂമിയിൽ വച്ചേക്കില്ല എന്നുള്ള ആ ചതി അല്ലെങ്കിൽ ആ ഗൂഢമായ ഉദ്ദേശത്തോടു കൂടി അവർ കരിന്തണ്ടനെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ അമാനുഷികമായ കഴിവുകളുണ്ടായിരുന്ന കരിന്തണ്ടനെ അവർക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ കരിന്തണ്ടൻ്റെ കയ്യിൽ ഒരു ഗോത്രത്തിൻ്റെ മുദ്രയായ വള ഉണ്ടായിരുന്നു. ആ വളയ്ക്ക് അമാനുഷിക ശക്തികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ വളയുള്ളിടത്തോളം കാലം കരിന്തണ്ടനെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നായിരുന്നു വിശ്വാസം. അങ്ങനെ ഒടുവിൽ ബ്രിട്ടീഷുകാർ രാത്രി സമയത്ത് കരിന്തണ്ടൻ ഉറങ്ങുന്ന സമയം നോക്കി ഊരിവെച്ച അദ്ദേഹത്തിൻ്റെ കൈവള എടുത്തു മാറ്റുകയും അതിൽ മാനസികമായിട്ട് തളർന്ന കരിന്തണ്ടൻ തനിക്കിനി ഗോത്രത്തിലേക്ക് പോകാൻ സാധിക്കുകയോ ഗോത്രത്തലവനായി നിൽക്കാൻ സാധിക്കുകയോ ചെയ്യില്ല എന്നുള്ള മാനസികമായ തളർച്ച, ആ തളർച്ച വന്ന കരിന്തണ്ടനെ ബ്രിട്ടീഷുകാർ നിഷ്കരണം വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. കരിന്തണ്ടൻ്റെ കൊലയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഈ വയനാട് ചുരം ഭാഗങ്ങളിൽ കറങ്ങി നടന്നു എന്നാണ് വിശ്വസിക്കുന്നത്. പല ആളുകളും ഡ്രൈവർമാരും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പല രൂപങ്ങളിൽ കണ്ടു എന്ന് പറയപ്പെടുന്നു. സാധാരണയായിട്ട് ആ സമയത്ത് ധാരാളം വാഹനാപകടങ്ങൾ ഈ ചുരം ഭാഗത്തുണ്ടായി, അതുപോലെ മലയിടിച്ചിലുകൾ ഉണ്ടായി. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ല. കരിന്തണ്ടനെ പലരും ഈ ചുരത്തിന് മുകളിൽ വെച്ച് കണ്ടതായിട്ടും പറയപ്പെടുന്നുണ്ട്. നമുക്കിതിനെ സംബന്ധിച്ചൊന്നും ആധികാരികമായി യാതൊരു രേഖകളുമില്ല. നമുക്ക് വാമൊഴിയായി കേട്ട ചരിത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒടുവിൽ തെക്ക് ഭാഗത്തു നിന്നും ഒരു മന്ത്രവാദി ഇവിടെ വരികയും അദ്ദേഹം ഈ കരിന്തണ്ടൻ്റെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആത്മാവിനെ ഈ ചങ്ങലമരത്തിന് മുകളിൽ ബന്ധിച്ചു എന്നുമാണ് പറയപ്പെടുന്നത്. അതിനുശേഷം അപകടങ്ങൾ വളരെയധികം കുറഞ്ഞു എന്നും പറയപ്പെടുന്നു. കരിന്തണ്ടൻ്റെ ഈ ബന്ധിപ്പിച്ചിരിക്കുന്ന ചങ്ങലമരത്തിന് തൊട്ടടുത്തായിട്ട് മുനീശ്വരൻ്റെയും കുട്ടിച്ചാത്തൻ്റെയും 2 കുടീരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഇപ്പോൾ ആളുകൾ വന്ന് വിളക്കെല്ലാം വെക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഈ കരിന്തണ്ടൻ സ്മാരകത്തിലും രാവിലെ വന്നു കഴിഞ്ഞാൽ വിളക്ക് വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കരിന്തണ്ടൻ്റെ ആത്മാവിനെ ഈ മരത്തിൽ ചങ്ങലയിട്ട് ബന്ധിപ്പിച്ച ശേഷം നമ്മൾ കേട്ട ഒരു കഥയുണ്ട്. ഈ വയനാട് റോഡിന്
റോഡ് പുതുതായിട്ട് നിർമ്മിക്കുന്ന സമയത്ത് ഒരു കോൺട്രാക്ടർ, PWDയുടെ കോൺട്രാക്ടർ ഈ മരത്തിൻ്റെ ശാഖകൾ വെട്ടിമുറിക്കുകയുണ്ടായി. അന്ന് അദ്ദേഹത്തിൻ്റെ കൈ ഒരു മെഷീനിനുള്ളിൽ കുടുങ്ങി മുറിഞ്ഞു പോയി എന്നൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യമാണോ മിഥ്യയാണോ ഒന്നും അറിയില്ല, പക്ഷേ അത്തരമൊരു കഥ നമ്മൾ കേൾക്കുന്നുണ്ട്. വയനാടിൻ്റെ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഈ കരിന്തണ്ടൻ സ്മാരകം കാണുന്നതിന് വേണ്ടി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വരാറുണ്ട്. ഈ ചുരത്തിലെ കഥകളും കേൾക്കാറുണ്ട്, കരിന്തണ്ടൻ്റെ കഥ കേൾക്കാറുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ പുതുതായിട്ട് വിനായകൻ നായകനാവുന്ന കരിന്തണ്ടൻ എന്നൊരു മലയാളം സിനിമ കൂടി വരാൻ പോകുന്നതായിട്ട് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. സത്യമാണോ അല്ലെങ്കിൽ അസത്യമാണോ എന്നും അറിയില്ല. നമുക്കൊരു കാര്യം വ്യക്തമാണ്, ഈ ചങ്ങലയും ചങ്ങലമരവും ഇവിടെയുണ്ട്. ഇതുവഴി പോകുന്ന എല്ലാവർക്കും ഈ ചങ്ങലയും മരവുമൊക്കെ കാണാൻ സാധിക്കും. പ്രകൃതിയും ചരിത്രവും ഇഴചേർന്ന വയനാടിൻ്റെ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. തൽക്കാലം ചരിത്രപുരുഷനായ കരിന്തണ്ടൻ മൂപ്പൻ ഈ ചങ്ങലമരത്തിൽ തന്നെ വിശ്രമിക്കട്ടെ. നമുക്ക് യാത്ര തുടരാം.